കൂലി റിലീസിന് ശേഷം ലോകേഷിനെതിരെ ഒരുപാട് ഹേറ്റും നെഗറ്റീവ് അഭിപ്രായങ്ങളും വരുന്നുണ്ട്. റിലീസിന് മുമ്പൊക്കെ എന്നടാ പണ്ണപ്പോറെ എന്ന് പറഞ്ഞവരൊക്കെ എന്നടാ പണി വെച്ചിരിക്കെ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ലോകേഷ് ഒരു ബ്രാൻഡ് ഡയറക്ടറാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ പടത്തിന് ഹൈപ്പ് ഉണ്ടാകും. കാരണം പ്രീവിയസ് പടങ്ങളൊക്കെ ഹിറ്റാണ്. അത് മാത്രമല്ല അടുത്ത പടം സൂപ്പർ സ്റ്റാറിനെ വെച്ചു. പക്ഷേ ഈ ഹൈപ്പ് കാരണം നെഗറ്റീവ് ഒപ്പീനിയൻ വന്ന പടമല്ല കൂലി. കാരണം ഇതിനു മുമ്പ് വന്ന ലിയോയ്ക്കും വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. കൂലിയുടെ തിരക്കഥയിൽ ഒരുപാട് ഫോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ലോജിക് ഇഷ്യൂസും ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ഷൻ പടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പടങ്ങളിൽ ലോജിക് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. അല്ലെങ്കിൽ ലോജിക് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത് പ്രശ്നമല്ല. പക്ഷെ അങ്ങനെ പ്രശ്നമല്ലാതെ ആകണമെങ്കിൽ ആ സിനിമ കാണുന്ന പ്രേക്ഷകനെ എൻജോയ് ചെയ്യിപ്പിക്കുന്നതായിരിക്കണം. ഇവിടെ കൂലിയുടെ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. സിനിമയുടെ കഥ ക്ലീഷയും പ്രെഡിക്റ്റബിളും ആണെന്ന് മാത്രമല്ല, ഈ സിനിമയുടെ പല സീനുകളും മുൻപ് ഇറങ്ങിയിട്ടുള്ള ഇതേ നായകന്റെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് പടവുമായി സാമ്യമുള്ളതാണ്. ആ പടത്തിൽ നിന്നും കിട്ടിയ ഒരു ഇമ്പാക്ട് കൂലിയിൽ ഉണ്ടായില്ല. പലരും ജയിലർ സിനിമയോടും നെൽസനോടും ലോകേഷിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകേഷിന് ഇപ്പോൾ ഉണ്ടായ അതേ അവസ്ഥയായിരുന്നു ജയിലറിന് മുൻപ് നെൽസന്. ബീസ്റ്റിന് വന്ന നെഗറ്റീവ് റിവ്യൂ കാരണം പുള്ളിക്ക് നേരിടേണ്ടി വന്ന കളിയാക്കലുകളും അപമാനവും നമ്മൾ കണ്ടതാണ്. അന്ന് ബീസ്റ്റ് വന്ന ടൈമിൽ അതൊരു വിജയ് പടം എന്ന രീതിക്കാണ് വന്നത്, അല്ലാതെ നെൽസന്റെ സിനിമ എന്ന രീതിക്കല്ല. കാരണം നെൽസൺ അതിനു മുമ്പ് ചെയ്ത 2 പടങ്ങളും ഹിറ്റ് ആയിരുന്നു എങ്കിലും ലോകേഷിനെ പോലെ അത്രയ്ക്കും ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന ഡയറക്ടർ ആയിരുന്നില്ല. സോ എന്നിട്ടും പുള്ളിക്ക് ഒരുപാട് കളിയാക്കലുണ്ടായി. കാരണം പുള്ളി ഒരു വലിയ സ്റ്റാറിനെ വെച്ചാണ് സിനിമ എടുത്തത്. ഇന്ന് ഇതേ അവസ്ഥയിലാണ് ലോകേഷ്. പക്ഷേ ലോകേഷിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം കൂടിയുണ്ട്. ഈ പടം രജനി പടം കാണാൻ വന്നവരെക്കാൾ ഒരു ലോകേഷ് കനകരാജ് ചിത്രം കാണാൻ വന്നവരെയാണ് നിരാശപ്പെടുത്തിയത്. സോ ലോകേഷ് ഒരു ബ്രാൻഡ് ഡയറക്ടറാണ്. അത് കണ്ടിന്യൂസ് ഹിറ്റ് നൽകി എന്നതുകൊണ്ട് മാത്രമല്ല, തന്റേതായ ഒരു അവതരണ ശൈലിയോ സിഗ്നേച്ചറോ ഓരോ പടങ്ങളിലും ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ശൈലി ഇത്തരം ബ്രാൻഡ് ഡയറക്ടേഴ്സിന് ഉണ്ടായിരിക്കും. ഇതൊരു മെജോറിറ്റി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നതുമായിരിക്കും. ഉദാഹരണത്തിന് കാർത്തിക് സുബ്ബരാജിനെയും ലോകേഷിനെയും നോക്കിയാൽ ഇവർ രണ്ടുപേരും ആക്ഷൻ പടങ്ങൾ എടുക്കുന്നവരാണ്. എന്നാൽ രണ്ടുപേരുടെയും സ്റ്റൈൽ വ്യത്യസ്തമാണ്. ഇതിൽ ഒരു സിനിമ കണ്ടാൽ ഇത് ആരുടെ സിനിമയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. സോ ഇവരുടെ വേ ഓഫ് മേക്കിങ്ങും സ്റ്റൈലും വ്യത്യസ്തമാണ്. ഇത്തരത്തിൽ ഈ സ്റ്റൈലുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരുടെ അടുത്ത പടങ്ങളിലും അത്തരത്തിലുള്ള സ്റ്റൈലുകൾ എക്സ്പെക്ട് ചെയ്യുന്നു. റെട്രോ ഇറങ്ങിയപ്പോൾ ഉണ്ടായതും ഇതാണ്. കാർത്തിക് സുബ്ബരാജിന്റെ പടം പോലെയല്ല ഇത് എന്നൊക്കെയാണ് അന്ന് വന്ന അഭിപ്രായങ്ങൾ. ഇത്തരത്തിലാണ് ലോകേഷിനും സംഭവിച്ചത്. ഇത് എല്ലാ ബ്രാൻഡ് ഡയറക്ടേഴ്സിനും ഉണ്ട്. മലയാളത്തിലെ ഒരു ബ്രാൻഡ് ഡയറക്ടറാണ് അമൽ നീരദ്. പുള്ളിയുടെ പടത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുമുണ്ട്. അത്തരത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ആൾക്കാർ നിരാശരാകും. CIA ഒക്കെ ഇത്തരത്തിൽ സംഭവിച്ച പടങ്ങളാണ്. ഇനി കൂലിയിലേക്ക് വരുമ്പോൾ സ്ഥിരം ലോകേഷ് പടത്തിൽ ഉണ്ടാകാത്ത കുറെ സംഭവങ്ങൾ കൂടുതൽ കൊമേഴ്ഷ്യൽ ആക്കാൻ ശ്രമിച്ച പോലെയാണ് തോന്നുന്നത്. ഇതിൽ കൂടുതലായി പ്ലേസ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ ലോകേഷിന്റെ പടങ്ങളിൽ ഏറ്റവും കിടിലൻ ഇന്റർവെൽ സീൻ ഉള്ളത് ലിയോയിലാണ്. എന്നാൽ കൂലിയുടെ റിലീസിന് മുമ്പ് ലോകേഷ് പറഞ്ഞു കൂലിയിലേതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇന്റർവെൽ സീൻ എന്നുള്ളത്. പക്ഷേ എന്നാൽ പടം വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. സോ ഹൈ ആയിട്ടുള്ള ഒരു ഇന്റർവെൽ സീൻ പ്രതീക്ഷിച്ചിരുന്നവർ നിരാശയിലായി. പടത്തിന്റെ ഹൈപ്പ് മാറ്റി നിർത്തിയാൽ പോലും ലോകേഷിന്റെ പടത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതിലില്ലായിരുന്നു. ബേസിക്കലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരു ആവറേജ് ആയിരുന്നു. സോ അത് തന്നെയാണ് ഈ പടത്തിന് നെഗറ്റീവ് റിവ്യൂ വരാൻ കാരണവും. പക്ഷേ ഈ സിനിമ അത്രയ്ക്ക് മോശമൊന്നും ആയിരുന്നില്ല. ഈ വർഷം ഇറങ്ങിയ പല വലിയ ഡയറക്ടേഴ്സിന്റെയും സിനിമകൾ മോശമായിരുന്നു. സിനിമകൾ പരാജയപ്പെട്ടു. എന്നാൽ അത്രത്തോളം മോശമായിരുന്നില്ല കൂലി. എല്ലാ ഡയറക്ടേഴ്സിനും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ശേഷം അവർ തിരിച്ചുവരവ് നടത്തിയിട്ടുമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നെൽസൺ. ബീസ്റ്റിന്റെ പരാജയത്തിന് ശേഷം നെൽസൺ രജനീകാന്തിന് വെച്ച ഒരു പക്ക കമ്പാക്കാണ് നൽകിയത്. അതുപോലെ ട്രോളുന്നവരുടെ വായടപ്പിക്കുന്ന ഒരു പടവുമായി ലോകേഷ് എന്തായാലും വരും. രജനി പറയുന്ന പോലെ സബ്ജക്ട് ഫെയിൽ ആകും, പക്ഷേ ഡയറക്ടേഴ്സ് ഒരിക്കലും ഫെയിൽ ആകില്ല. സോ ലോകേഷിന്റെ ഒരു കമ്പാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് കൂലി സിനിമ ഇഷ്ടമായോ? അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോകേഷിന്റെ സിനിമ ഏതാണെന്നുള്ളതും കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തതായി എന്ത് വീഡിയോ വേണം എന്നുള്ളതും താഴെ കമന്റ് ചെയ്യൂ.